വി എസിനെ പുകച്ചു പുറത്തിയടിക്കാമെന്ന് പറയുമല്ലോ ശൈലി, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ വി എസ് ഒരിക്കലും പാർട്ടി വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം അദ്ദേഹം സ്ഥാപിച്ച പാർട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ പി കൃഷ്ണപിള്ള പറഞ്ഞ അനുഭവങ്ങൾ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള വി എസിനെ പുകച്ചു പുറത്തിയടിക്കാൻ എത്ര ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. ഇപ്പോൾ ഈ ആലപ്പുഴ സമ്മേളനം കഴിഞ്ഞപ്പോൾ മറ്റു പല ആളുകളും പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സമീപിച്ചതായി എനിക്കറിയാം. പക്ഷേ വി എസ് ഒരിക്കലും അങ്ങനെ പറയുന്ന ആളെ വീട്ടിൽ പോലും കയറ്റില്ല. കാരണം പാർട്ടി വിട്ട് കളിക്കാൻ വി എസ് തയ്യാറായില്ല. കാരണം പാർട്ടി നമ്മുടെ കാലത്തിനും പാർട്ടിക്കുമൊക്കെ ഒരു തിരുത്തൽ ശക്തിയായിരുന്നു സഖാവ് വി എസിന് വേറെ ചില സവിശേഷതകളുണ്ട്. കാരണം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഇത്രയും പരിസ്ഥിതി ബോധമുള്ള ഒരാളെ കാണാൻ കഴിയില്ല. ഇപ്പോൾ നെൽവയൽ നികത്തൽ എതിരായി വി എസ് സംസാരിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി ബോധമാണ്. കാരണം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് കാർഷിക സർവകലാശാല വിദഗ്ധന്മാർ നടത്തിയൊരു പഠനമുണ്ട്. അവർ പറയുന്നത് ഒരു കുത്തിച്ചാരിയ പലക പോലെയാണ് കേരളം എന്നാണ്. കാരണം ഈ സഹ്യ പർവ്വതത്തിൽ നിന്ന് ഈ മഴക്കാലത്ത് കുത്തിയൊലിച്ചു വരുന്ന വെള്ളം 44 നദികളിലൂടെ ഒഴുകി അത് അറബിക്കടലിൽ ചെന്ന് ചേരും. അത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ സഹായിക്കാൻ പര്യാപ്തമല്ല. പക്ഷേ അങ്ങനെ പര്യാപ്തമാകുന്നത് നമുക്ക് നെൽവയലുകൾ ഉള്ളതുകൊണ്ടാണ്. ആ നെൽവയലുകളിലാണ് ഈ ജലം തങ്ങി നിൽക്കുന്നത്. അങ്ങനെയാണ് പരിസ്ഥിതി സന്തുലിതാവസ്ഥ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് നിലം നികത്തി കഴിഞ്ഞാൽ ഈ പരിസ്ഥിതി സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ 970 കാലത്ത് വന്നപ്പോൾ കൃഷി വളരെ നഷ്ടത്തിലായി, നെൽകൃഷി നഷ്ടത്തിലായി. അപ്പോൾ പകരം ഭൂമാഫിയയും ഭൂപ്രഭുക്കന്മാരും വാണിജ്യാടിസ്ഥാനത്തിൽ വയൽ നികത്തി കൃഷി ആരംഭിക്കാൻ ഒരു തീരുമാനമെടുത്തു. അങ്ങനെയാണ് കൊക്കോ കൃഷിയും റബ്ബർ കൃഷിയും കുട്ടനാട്ടിൽ ആരംഭിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ കുട്ടനാട്ടിലെ വയലുകളിൽ ഈ മൺകൂന കോരി അതിൻ്റെ പുറത്ത് റബ്ബറും കൊക്കോയും നടുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതിനെതിരായിട്ടാണ് വി എസ് പറഞ്ഞു ഇത് ശരിയല്ല, അതുകൊണ്ട് കൂന തട്ടി നിരത്തണം, റബ്ബർ വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് അതിനെയാണ് വെട്ടിനിരത്തൽ സമരമായി വ്യാഖ്യാനിക്കുകയും അദ്ദേഹം കേരളത്തെ വികസന വിരുദ്ധനായിട്ട് സങ്കല്പിച്ചതൊക്കെ. ഇതിനകത്ത് സാറ് പറഞ്ഞു ഈ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിലോട് വരുവാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് അങ്ങനെ പരാമർശം നടത്തിയ ആൾക്ക് ഇപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായി ഇപ്പം അന്ന് വാർത്ത വന്നത് സ്വരാജ് എന്നുള്ളതാണ് വന്നിരുന്നത്. പിന്നീട് ഉന്നത പദവികളിലേക്ക് വരുന്നു, അവസാനം ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരം സ്ഥാനമാനങ്ങളിലേക്ക് പിന്നെ ആൾ വരുന്നൊരു സാഹചര്യം വന്നു അല്ലേ? അല്ല, അതങ്ങനെയാണ്. കാരണം വെച്ചാൽ വി എസിനെ ആക്ഷേപിക്കുന്നവരും അപഹസിക്കുന്നവരും ഒറ്റുകൊടുക്കുന്നവർക്കും പാർട്ടി സ്ഥാനമാനങ്ങൾ നൽകുക, വി എസിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയുന്നവരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുക. ഇപ്പോൾ പറയുന്നത് പാർട്ടിയിൽ വിഭാഗീയതയില്ല എന്നാണ്. പാർട്ടി വിഭാഗീയത എങ്ങനെ ഉണ്ടാവും? കാരണം വ്യത്യസ്ത അഭിപ്രായം പറയുന്ന ആളുകളെ മുഴുവൻ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്.